ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനായിട്ട് ബേസ്ഡ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ ടയറിൽ കാറ്റൊക്കെ അടിക്കുമല്ലോ. അപ്പോൾ അത് രണ്ട് തരം കാറ്റുണ്ട്, ഒന്ന് നോർമൽ എയറും പിന്നെ ഒന്ന് നൈറ്റ് റെയിനും. അപ്പോൾ ഈ നൈറ്റ് റെയിൻ അടിക്കുന്നതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളതിനെ ഉദ്ദേശിച്ചുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ സാധാ എയർ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഗുണമൊന്നും ഉണ്ടാവത്തില്ല. ടയർ ചൂടായി അങ്ങനെ ലൈഫ് കുറവായിരിക്കും കിട്ടുകയുള്ളൂ സാധാ നമ്മൾ എയറൊക്കെ അടിക്കുമ്പോൾ. പക്ഷേ നൈറ്റ് റെയിൻ അടിക്കുവാണെങ്കിൽ ടയർ ചൂടാവാതിരിക്കുകയും ചെയ്യും. ടയറിന് കുറച്ച് ലൈഫും കൂടെ എക്സ്ട്രാ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്ക് സാധാ രീതിയിലൊക്കെ അപേക്ഷിച്ച് ഇച്ചിരി കൂടുതൽ ലൈഫ് കിട്ടും നൈറ്റ് റെയിൻ അടിക്കുമ്പോൾ. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് റെയിൻ അടിക്കുന്നവരുടെ ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ ചൂടാകാതെ ഇരിക്കും എന്നാണ് അതിൻ്റെ ഒരു ഗുണം. ഇത് ഞാൻ പറയാൻ കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ടയർ ടെക്നീഷ്യനാണ്. ഞാൻ ഒരു ടയർ കടയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞതാണ്. കാരണം എന്നോട് പലരും ഞാൻ അവിടെ കടയിൽ നിൽക്കുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നൈറ്റ് റെയിൻ അടിക്കുന്നതിൻ്റെ ഗുണം എന്താണ്, അപ്പോൾ നോർമൽ എയറും സാധാ എയറും നൈറ്റ് റെയിനും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിടിക്കുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ബെനിഫിറ്റ് നൈറ്റ് റെയിൻ അടിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിന് ഇച്ചിരി ലൈഫും കിട്ടും, നമുക്കൊരു മൈലേജ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു ഇതിനേക്കാളും നല്ലതാണ് നൈറ്റ് റെയിൻ അടിക്കുന്നത്. എൻ്റെ വണ്ടിക്കും എൻ്റെ വീട്ടിലെ വണ്ടിക്കും എല്ലാം ഞാൻ നൈറ്റ് റെയിനാണ് അടിച്ചേക്കണത്. കാരണം നമുക്ക് ഇച്ചിരി ടയറിന് ലൈഫും കൂടുതൽ കിട്ടും, ടയർ ചൂടാവാതിരിക്കും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ, കാരണം പുതിയ പുതിയ വീഡിയോസ് ഇടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തില്ലാത്തൊരു ഉപകാരമാണല്ലോ സബ്സ്ക്രൈബ്. അപ്പോൾ ഈ ചാനലിൻ്റെ ഹോം പേജിൽ തന്നെ 2-3 ചാനലുണ്ട്, ഗെയിമിംഗ് ചാനൽ. അപ്പോൾ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും പോകരുത്. പുതിയ പുതിയ വീഡിയോസിനായിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.